ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ദുഃഖ വെള്ളിയാഴ്ച അതായത് നല്ല വെള്ളിയാഴ്ച, വലിയ വെള്ളിയാഴ്ച. ദുഃഖ വെള്ളിയാഴ്ച എന്ന് പേര് വരാം. എഫേസ്യ ലേഖനം 1:7 അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു. മാലാഖി 1:2 ഇപ്രകാരം പറയുന്നു: ദൈവം ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്യുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു? തൻ്റെ അവസാന രക്തം വരെ ഊറ്റിക്കൊടുത്ത കർത്താവിനോട് ചോദിക്കുകയാണ്, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു? കർത്താവ് ഇത് കേട്ട് വിലപിക്കുകയാണ്. കർത്താവ് വിലപിച്ച് ഇപ്രകാരം പറയുന്നു. യെശയ്യാ പ്രവചനം 1:2 ഇപ്രകാരം പറയുന്നു: ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെ അറിയുന്നു, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്റെ ജനമോ അറിയുന്നില്ല. മക്കളെ, ഇന്ന് ഈ ദിവസത്തിൽ കർത്താവിന്റെ വിലാപത്തിലൊന്ന് പങ്കുചേരുവാൻ നമുക്ക് കർത്താവിനോടൊപ്പം എല്ലാവരും ഒന്ന് യാത്ര ചെയ്യാം. ഗെത്സമനെ മുതൽ ഗോൽഗോഥ വരെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഗെത്സമനെ എന്നാൽ ഒലിവ് ചങ്ക് എന്നർത്ഥം. കർത്താവ് മരണവേദനയിൽ അതിദുഃഖത്തോടെ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാർ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവർ അവിടെയുണ്ട്. അവരോട് പറയുകയാണ്, എൻ്റെ ദുഃഖത്തിൽ നിങ്ങളൊന്ന് പങ്കുചേരുകയും എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുകയും. അവരുടെ കണ്ണുകളുടെ ഭാരം കൂടിയിരുന്നതിനാൽ അവർ 3 പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടും ഉറങ്ങുകയാണ്. അവരുടെ കണ്ണിന് ഭാരമായിരുന്നു. കർത്താവ് പ്രാർത്ഥിച്ചതിന് ശേഷം അതിദുഃഖത്തോട് അവരോട് പറയുകയാണ്, ഇനിയും നിങ്ങൾ ഉറങ്ങി ആശ്വസിക്കുകയും. കർത്താവ് പറയുന്നു, ദൈവത്തോട്, തൻ്റെ നാഥനോട് പറയുകയാണ്, ഈ പാനപാത്രം കഴിയുമെങ്കിൽ എങ്കിൽ നിന്ന് ഒന്ന് മാറ്റി തരണമേ. എങ്കിലും എൻ്റെ ഇഷ്ടം പോലെയല്ല, അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിനെ പിടിക്കുവാനായി യൂദ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് കർത്താവിനെ പിടിക്കുവാനായി ആളുകളുമായിട്ട് വരികയാണ്. കുതിരച്ചേവകരും പടച്ചേവകരും പടയാളികളും ഒക്കെയായി കർത്താവിനെ പിടിക്കുവാൻ വരുന്നു. ആ സമയത്ത് പത്രോസിനെ കർത്താവ് തള്ളിപ്പറയുന്നു 3 പ്രാവശ്യം. കോഴി കൂകും മുമ്പേ, കോഴി 2 പ്രാവശ്യം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന വാക്ക് അവിടെ നിവൃത്തിയാകുകയാണ്. അങ്ങനെ കർത്താവിനെ തള്ളിപ്പറയുകയും യൂദ കർത്താവിനെ ഒറ്റുകൊടുക്കുകയും ചെയ്യുന്നു. ഒറ്റുകൊടുത്തതിന് ശേഷം മഹാപുരോഹിതന്മാരും ജനപ്രമാണികളും എല്ലാം കൂടെ ചേർന്ന് ജനം കർത്താവിനെ പിടിച്ചു കെട്ടുകയാണ്. കർത്താവ് ചോദിക്കുന്നുണ്ട്, കർത്താവിനെ മുത്തം കൊടുക്കുമ്പോൾ കർത്താവ് റബ്ബി എന്നും പറഞ്ഞുകൊണ്ടാണ് മുത്തം കൊടുക്കുന്നത്. അപ്പോൾ കർത്താവ് ചോദിക്കുന്നു, ഒരു കള്ളനെ പോലെ നീ എന്നെ ആക്രമിക്കുവാൻ ഞാൻ എന്ത് കുറ്റം ചെയ്തു? ഇത്രനാൾ ഞാൻ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നു? ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ നിങ്ങളൊരു കള്ളനെ പോലെ എന്നെ പിടിക്കുകയാണല്ലോ. പത്രോസ് ആ സമയം അവിടെ നിന്ന് ഒരു മഹാപുരോഹിതന്റെ ദാസന്റെ കാത് അറുത്തു. ഈ കാതറുത്ത പത്രോസ് മഹാദുഃഖത്തോടെ അതിനുശേഷം അദ്ദേഹം വ്യസനിക്കുകയാണ്. ഇവിടെ പത്രോസിന് വന്ന പാളിച്ചകൾ നമുക്കൊന്ന് ആലോചിക്കാം. പത്രോസ് തന്നെത്താൻ ഉയർത്തി, അവൻ തന്നെത്താൻ ആ സമയം താഴ്ന്നുപോയി. എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 33 രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ഉറങ്ങിപ്പോയി. പ്രതികാരേച്ഛയോടെ പത്രോസ് മൽക്കോസ് എന്ന മഹാപുരോഹിതന്റെ ദാസന്റെ കാതറുത്തു. അതുപോലെ തന്നെ ദൂരവേ മഹാപുരോഹിതന്മാരുടെ അരമനയോളം പിൻചെറ്റി. അവസാനം ഈ പത്രോസ് ശത്രുക്കളോട് കൂടെ ഇരുന്നു കർത്താവിന് എന്താണ് സംഭവിക്കുന്നത് കാണുവാൻ. ഇതെല്ലാം ആലോചിച്ച് പത്രോസിന് മനസ്താപം വന്നു. പത്രോസ് അനുതപിച്ചു.
അതിനുശേഷം പത്രോസ് കരഞ്ഞു കരഞ്ഞു തന്റെ കണ്ണീർ തടങ്ങൾ കണ്ണീർ തടങ്ങളാക്കി മാറ്റി അവസാനം വരെയും കരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം റോമൻ ഗവൺമെന്റിനോട് അപേക്ഷിച്ചു, എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എന്നെ കുരിശിക്കുവാൻ, അവന്റെ മുഖാമുഖം കാണുവാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് അവന്റെ കാൽപാദങ്ങളിൽ തൊട്ടുകൊണ്ട് എന്നെ കുരിശിക്കണമേ, തലകീഴായി കുരിശിക്കണമേ എന്ന് പത്രോസ് അപേക്ഷിക്കുകയും അങ്ങനെ പത്രോസ് രക്തസാക്ഷി മരണം വരിക്കുകയും ചെയ്യുന്നു. യേശുവിനെ അതിനുശേഷം കൊണ്ടുവന്നതിന് ശേഷം യൂദ ഒറ്റുകൊടുത്ത് അവനെ കാണിച്ചു കൊടുത്തു. അവനെ മഹാപുരോഹിതന്മാർ അയച്ച സംഘങ്ങളെല്ലാം കൂടെ ചേർന്ന്, പട്ടാള സംഘങ്ങളെല്ലാം കൂടെ ചേർന്ന് കർത്താവിന്റെ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ന്യായാധിപ സംഘത്തിന്റെയും യഹൂദ ജനതയുടെയും മുമ്പിൽ കൊണ്ടുവന്ന് യേശുവിനെ കെട്ടുകയാണ്. അവർ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായി മഹാപുരോഹിതനായ ഹന്നാവിന്റെ അടുക്കലേക്ക് കർത്താവിനെ ഏൽപ്പിക്കുന്നു. ഹന്നാവ് അന്നത്തെ ഭരണത്തിലുള്ള മഹാപുരോഹിതനായിരുന്നില്ല. അദ്ദേഹം മുൻ ഭരണക്കാരനായിരുന്നു ഈ ഹന്നാവ്. അതുകൊണ്ട് ഹന്നാവ് കയ്യാഫാവിന്റെ അന്നത്തെ ഭരണാധിപന്റെ കയ്യിലേക്ക്, ആ കയ്യാഫാവിന്റെ കയ്യിലേക്ക് ഇദ്ദേഹത്തെ കൈമാറുന്നു. അതിനുശേഷം അവർ റോമൻ ഗവർണറായ പീലാത്തോസിന്റെ കയ്യിലേക്ക് കൈമാറുകയാണ്. പീലാത്തോസ് എന്ന് പറഞ്ഞാൽ പുറജാതിക്കാരൻ. അതിന്റെ അർത്ഥം കുന്തം കൊണ്ട് നടക്കുന്നവൻ. പീലാത്തോസിന്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു, അതിന്റെ മേലൊരു കുന്തവും അതിന്റെ മേൽ ഒരു ശിരസ്സും ആലേഖനം ചെയ്തിരുന്നു. എപ്പോഴും അതുകൊണ്ടായിരുന്നു അദ്ദേഹം നടന്നിരുന്നത്. പലരുടെയും റെക്കമെൻഡേഷനാൽ അയാൾക്ക് ഗവർണർ എന്ന പദവി കിട്ടി, പുറജാതിക്കാരനാണെങ്കിലും. അദ്ദേഹത്തിന്റെ സ്ഥാനം പോകുമോ എന്നുള്ള ഭയത്താൽ അദ്ദേഹം ഇവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ചെയ്യുവാൻ സാധ്യമല്ല എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു പീലാത്തോസ്. അപ്പോൾ ഈ പീലാത്തോസിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ പീലാത്തോസ് കർത്താവിനെ വിധിക്കുവാനായിട്ട് ഏൽപ്പിക്കപ്പെട്ട, എന്നുവെച്ചാൽ അധികാരപ്പെടുത്തിയ ഒരു ഗവർണറായിരുന്നു ഇദ്ദേഹം കർത്താവിനെ വിധിച്ച ശേഷം ഇദ്ദേഹത്തിന്റെ അവസ്ഥ നമ്മൾക്കൊന്ന് നോക്കാം. കർത്താവിനെ വിധിച്ചപ്പോൾ ഇയാൾക്കറിയാം കർത്താവ് നിരപരാധിയാണ്, ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ലല്ലോ. എന്നാലും ജനത്തിന്റെയും മഹാപുരോഹിതന്മാരുടെയും മറ്റുള്ള എല്ലാവരുടെയും സ്വാധീനത്താൽ ഈ പീലാത്തോസിന് കർത്താവിനെ വിധിക്കേണ്ടി വന്നു, കുരിശുമരണം വിധിക്കേണ്ടി വന്നു. അന്ന് റോമൻ ഗവൺമെന്റിന് മാത്രമേ കുരിശുമരണം കൊടുക്കുവാനുള്ള അധികാരമുള്ളൂ. മതപുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും കുരിശുമരണം അവർക്ക് വിധി എഴുതാം, പക്ഷേ ഈ കുരിശുമരണം എന്നുള്ളത് ഗവർണർക്കുള്ള അധികാരമായിരുന്നു. ഈ കർത്താവിനെ വിധിച്ച ശേഷം പീലാത്തോസ് എന്നും കൈകഴുകി, അദ്ദേഹത്തിന്റെ കുറ്റബോധം കൊണ്ട് ദിവസവും കൈകഴുകി അവസാനം അദ്ദേഹത്തിന്റെ ഭരണം നഷ്ടപ്പെട്ട് ജയിലിലാക്കപ്പെട്ട് അദ്ദേഹത്തിന് ദുർമരണം പ്രാപിച്ച് ടൈഗർ നദിയിൽ അദ്ദേഹത്തിന്റെ ശവം അഴുകി നടന്നു. ഇതാണ് പീലാത്തോസിന് സംഭവിച്ചത്. അപ്പോൾ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ പീലാത്തോസിൽ നിന്നും കർത്താവ് ഒരു വിൽപ്പന ചരക്ക് പോലെ, കാരണം പീലാത്തോസ് വിചാരിച്ച് വേറെ ആരെങ്കിലും വിധിന്യായം നടപ്പിലാക്കട്ടെ, അങ്ങനെ ഒരു വിൽപ്പന ചരക്ക് പോലെ കൈമാറി കർത്താവ് പോവുകയാണ്. ആദ്യമേ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ന്യായാധിപ സംഘവും യഹൂദജനവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹെരോദസിന്റെ കയ്യിലേക്ക് വിട്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം ഗലീലക്കാരനായതുകൊണ്ട് ഹെരോദേസ് ഇദ്ദേഹത്തിന്റെ വിധിന്യായം, കർത്താവിന്റെ വിധിന്യായം നടത്തട്ടെ എന്ന് പറഞ്ഞ് പീലാത്തോസ് ഹെരോദേസിന്റെ കയ്യിലേക്ക് അയക്കുകയാണ്. ഹെരോദസിന് വലിയ സന്തോഷമായി കർത്താവിനെ കണ്ടപ്പോൾ. എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുമോ എന്ന് വിചാരിച്ച് പീലാത്തോസ് ഹെരോദേസ് വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുകയാണ്. എന്നാൽ
കർത്താവ് ഒരു വാക്കും പറയാത്തത് കൊണ്ട് അദ്ദേഹത്തെ പരിഹസിച്ച് ചെങ്കുപ്പായം ധരിച്ച് അദ്ദേഹത്തെ അയക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം എത്തിപ്പെടുന്നത് സന്നിഗ്ധ സംഘത്തിന്റെ മുമ്പിലേക്കാണ്. സന്നിഗ്ധ സംഘം എന്ന് വെച്ചാൽ യഹൂദന്മാരുടെ പരമാധികാര കോടതിയാണ്, സുപ്രീം കോടതി. അവിടെ പരീശന്മാരും സദൂക്യരും ജനപ്രമാണികളും മഹാപുരോഹിതന്മാരും എല്ലാം ഉണ്ട്. സന്നിഗ്ധ സംഘത്തിൽ 71 ആളുകളാണ് സാധാരണ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കോറം തികയുവാൻ 23 പേരെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ഗുരുതരമായ കുറ്റങ്ങൾ പകൽ സമയത്ത് മാത്രമേ വിധിക്കാവൂ. 2 ആഴ്ചയ്ക്ക് മുമ്പ് കുറ്റത്തിന് ഏത് കുറ്റമാണെന്ന് പറഞ്ഞ് ഈ കുറ്റക്കാരനെ നോട്ടീസ് അയക്കണം. വിധി രാത്രിയിൽ പാടില്ല. സന്നിഗ്ധ സംഘത്തിന്റെ അർത്ഥഗോളാകൃതിയിലുള്ള മേശയുടെ മുമ്പിലാണ് കുറ്റക്കാരൻ നിൽക്കേണ്ടത്. ഈ മേശയുടെ പേരാണ് പ്രേത്തോറിയം. അപ്പോൾ ഈ പ്രേത്തോറിയന്റെ മുമ്പിലാണ് ഈ കുറ്റക്കാരൻ നിൽക്കേണ്ടത്. വോട്ടിട്ട് വേണം വധശിക്ഷ വിധിക്കുവാൻ. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ വേണം വിധി പറയുവാൻ. 2 സാക്ഷികളുടെ മൊഴിയെങ്കിലും ഒരുപോലെ ആയിരിക്കണം. കർത്താവിന് വേണ്ടി വാദിക്കാൻ ആരുമില്ല. സന്നിഗ്ധ സംഘത്തിന്റെ മുമ്പെയുള്ള കുറ്റാരോപണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. യെരുശലേം ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞവൻ, കൈസർക്ക് കരം കൊടുക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയവൻ, പൊതുജനങ്ങൾ മഹാഗുരുവെന്ന് എണ്ണിയവൻ, ശാപം ലംഘിച്ചവൻ, യെരുശലേം ദേവാലയത്തിൽ ഊനമില്ലാത്ത കുഞ്ഞാടിനെ അർപ്പിക്കുന്നതിന് പകരം ഊനമുള്ള കുഞ്ഞാടിനെ ഇരട്ടി വിലയ്ക്ക് കയ്യാഫാവ് വിറ്റ് കൊള്ളലാഭം ഉണ്ടാക്കിയതിനെ എതിർത്തവൻ, ദേവാലയം കച്ചവട സ്ഥലമാക്കിയതിനെ എതിർത്തവൻ, വേശ്യകളോടും ചുങ്കക്കാരോടും കൂടെ കൂട്ടുകൂടിയവൻ. അതിലും ഏറ്റവും വലിയ കുറ്റമായിരുന്നു ദൈവദൂഷണം പറഞ്ഞവൻ. മഹാപുരോഹിതർ, സദൂക്യർ, യഹൂദ്യജനം എല്ലാവരും കർത്താവിനെ ക്രൂശിക്ക എന്ന് അട്ടഹസിച്ച് പറയുകയാണ്. കുറ്റം ചെയ്യാത്ത കർത്താവിനെ പീലാത്തോസ് വിധിക്കുവാൻ എന്ന് വെച്ചാൽ മരണശിക്ഷ കൊടുക്കുവാൻ അദ്ദേഹത്തിന് മനസ്സില്ലായിരുന്നു. എന്നാലും എല്ലാവരുടെയും പ്രേരണ കാരണം അദ്ദേഹത്തിന് കർത്താവിനെ വിധിക്കേണ്ടി വന്നു. ആ സമയത്ത് ഈ വിധിന്യായം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പീലാത്തോസിന്റെ ഭാര്യ ക്ലോഡിയ പ്രോക്ല അവൾ ആളെ വിട്ടിട്ട് ഈ പീലാത്തോസിനോട് പറയുകയാണ്, നിങ്ങൾ ഈ നിരപരാധിയെ വിട്ടയക്കണം, അവൻ്റെ ഒരു കുറ്റവും കാണുന്നില്ല, അവനെ നിങ്ങൾ ശിക്ഷയ്ക്ക് അർഹരാക്കരുത്, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ അവനെ കുറിച്ച് കണ്ടിരിക്കുന്നു എന്ന് ക്ലോഡിയ പ്രോക്ല ലെറ്റർ അയച്ച് പീലാത്തോസിനോട് പറയുകയാണ്. എങ്കിലും വിധിന്യായം നടത്തപ്പെടുകയാണ്. പീലാത്തോസിന്റെ അരമന മുതൽ ഗോൽഗത്ത വരെ 1 മൈൽ, അതായത് ഗബഥ എന്നാണ് പീലാത്തോസിന്റെ അരമനയ്ക്ക് പറയുന്നത്. ഗോൽഗത്ത മുതൽ കാൽവറി വരെ 1 മൈൽ. കാൽവറി എന്നാൽ തലയോടിടം എന്നർത്ഥം. അനേകം തലകൾ അവിടെ ഉണ്ട്, അനേകം ക്രൂശ് മരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ തലകളെല്ലാം അടിഞ്ഞു കിടക്കുന്ന സ്ഥലമായതുകൊണ്ടാണോ തലയോടിടം എന്ന് പേര് വന്നത് എന്ന് ഊഹിക്കുന്നു. ഇവിടെ കർത്താവിനെ ക്രൂശിലേറ്റുവാനായി ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ അടുത്ത് ഉപദ്രവിക്കുന്ന പടയാളികൾ ഉണ്ട്. കൽപ്പന വിധേയരായ ഈ കൂലിക്കാർ കയ്യാഫാവിൻ്റെയും റോമൻ ഗവർണറുടെയും ഒരു സൈന്യമാണ്. ഇതിനെ ഒരു സ്ഫീറ പടയാളികൾ എന്നാണ് പറയുന്നത്. ഒരു സ്ഫീറ എന്ന് വെച്ചാൽ 600 പടയാളികളാണ് അതിനകത്തുള്ളത്. ഈ 600 പടയാളികളിൽ നിന്നാണ് ഈ കർത്താവിനെ കുന്തം കൊണ്ട് കുത്തുകയും തുപ്പുകയും പരിഹസിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. കർത്താവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയാണ്. ചമ്മട്ടി എന്നാൽ അനേകം തുകൽ വാറുകൾ തുന്നിക്കെട്ടി അതിൻ്റെ അറ്റത്ത് ഈയക്കട്ടകൾ ചേർത്ത് അതിനു മുന്നിൽ ക്രൂരമായ ചൂണ്ട പോലെയുള്ള ഈയക്കട്ടകളും ഇരുമ്പാണികളും ബന്ധിച്ചിരിക്കും. ഓരോ പ്രാവശ്യം കർത്താവിനെ അടിക്കുമ്പോഴും ആ ചൂണ്ടകൾ കൊണ്ട് മാംസം ഇളകി വരും. സങ്കീർത്തനങ്ങൾ 29:3 ഇപ്രകാരം പറയുന്നു, ഉഴവുകാരന്റെ മുതുകിന്മേൽ ഉഴവുചാലുകളെ നീളത്തിൽ കീറി. ഓരോ പ്രാവശ്യവും കർത്താവിനെ അടിക്കുമ്പോൾ, ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോൾ ഓരോ കഷ്ണം മാംസം അവിടുന്ന് ഇളകി വരികയാണ്.
കർത്താവിൻ്റെ കർത്താവ് ഇടയ്ക്ക് 3 പ്രാവശ്യം വീഴുന്നു. ഈ വീഴുമ്പോഴൊക്കെയും കർത്താവിനെ ചവിട്ടിക്കൊണ്ട് കള്ളന്റെ അഭിനയം എന്ന് പരിഹസിച്ച് ആർത്തട്ടഹസിക്കുന്നു. പടയാളികൾ മുഖത്ത് തുപ്പുകയും ചവിട്ടുകയും ചെയ്യുന്നു. അവിടെ ഇരിക്കുന്ന യഹൂദജനം വിലപിക്കുകയാണ്, റബ്ബോനി, നിന്നെ ഇങ്ങനെ ചെയ്യുവാൻ നീ എന്ത് കുറ്റമാണ് ചെയ്തത്? വിലപിക്കുകയാണ് കർത്താവ്. അപ്പോൾ കർത്താവ് പറയുന്നു, നീ എന്നെയും ചൊല്ലി വിലപിക്കേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചൊല്ലി വിലപിക്കുകയും. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവിന് നല്ലതുപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഒരു സ്ത്രീ ഒരു തൂവാല കൊണ്ട്, ഈ തൂവാലയുടെ പേരാണ് ബെർണീസ്, ഈ തൂവാല കൊണ്ട് കർത്താവിന്റെ തിരുമുഖം തുടയ്ക്കുകയും ആ തിരുമുഖത്തിന്റെ ഛായ ആ തൂവാലയിൽ കർത്താവ് പതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇവളെ പിൽക്കാലത്ത് ബെർണീസ് എന്ന് വിളിക്കുന്നു. കുരിശ് താങ്ങി കർത്താവ് വേച്ച് പോകുമ്പോൾ ചിലപ്പോൾ ശബത്തായേക്കാം. അതിനായി ശബത്തായി കഴിഞ്ഞാൽ മരണമോ അല്ലെങ്കിൽ കൊല ചെയ്യുകയോ പാടില്ല. അതിനാൽ അവർ കുറേനക്കാരൻ, ഒരന്യജാതിക്കാരൻ ശീമോനെ കുരിശ് താങ്ങുവാനായി വിളിക്കുകയാണ്. യേശു വേച്ച് കാൽവറിയിലെത്തിയാൽ സന്ധ്യയാകും. സന്ധ്യയായാൽ ശബത്താകും. ശബത്തായാൽ കൊല്ലുവാൻ പാടില്ല. ഇദ്ദേഹം കുരിശ് ചുമക്കുവാനായി കുറേനക്കാരൻ ശീമോൻ കുരിശ് ചുമക്കുവാനായി കർത്താവിനെ സഹായിക്കുന്നു. ഇദ്ദേഹത്തിന്റെ 2 മക്കൾ അലക്സാണ്ടറും രൂഫസും പിൽക്കാലത്ത് ശ്രേഷ്ഠരായ ക്രൈസ്തവരായി മാറുന്നു. കർത്താവിനെ സഹായിച്ചതിന്റെ പ്രതിഫലം കർത്താവ് കൊടുക്കുകയാണ്. കർത്താവ് കുരിശിൽ തറയ്ക്കപ്പെടുകയാണ്. പിന്നീട് കുരിശ് കാർത്തേലുകാരുടെ ഒരു ശിക്ഷാരീതിയാണ്. പിൽക്കാലത്ത് ഇത് റോമക്കാർ കടമെടുത്തു. ഹീനമായ രീതിയിൽ വേണം പുരുഷന്മാരെ ക്രൂശിലേക്കുവാൻ. പുരുഷന്മാരെ നഗ്നരാക്കിയായിരുന്നു ക്രൂശിലേറ്റിയിരുന്നത്. കർത്താവിന് ഒരു ചെറിയ തുണി കൊടുത്തു. യഹൂദന്മാരെ പേടിച്ച് ഒരു ചെറിയ തുണി കൊടുത്തു എന്ന് പറയപ്പെടുന്നു. അവരവരുടെ ക്രൂശ് അവരവർ ചുമക്കണം. ശപിക്കപ്പെട്ട ശിക്ഷയായി ക്രൂശ് മരണത്തെ കണക്കാക്കപ്പെട്ടിരുന്നു. കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള ഈ ശിക്ഷ ഏത് കുറ്റം കൊണ്ടാണ് ഇവനെ കുരിശിലയക്കുന്നത് എന്ന് കുരിശിന്റെ മുകളിൽ ഒരു മേലെടുത്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. കർത്താവിന്റെ കുരിശിന്റെ മുകളിലും ഒരു മേലെടുത്ത് കൊടുത്തു. INRI, ഇതായിരുന്നു യേശുവിന്റെ മേലെഴുത്ത്. ഈശോയ നസ്രായ റെക്സ് ഇൻഡോറിയം. INRI, ഈശോയ നസ്രായ റെക്സ് ഇൻഡോറിയം. ഇതിന്റെ അർത്ഥം നസ്രാനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. 3 ഭാഷകളിൽ ഈ മേലെഴുത്ത് എഴുതപ്പെട്ടു. കർത്താവ് രാജാവെന്ന് മേലെഴുത്ത് അവർ അറിയാതെ തന്നെ 3 ഭാഷകളിലും എഴുതപ്പെട്ടു. ഒന്നാമത് എബ്രായ ഭാഷ. എബ്രായ ഭാഷ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രാദേശിക ഭാഷയാണ്, മരിക്കുന്നവന്റെ ഭാഷയാണ്. മതം, സത്യം, ദൈവാരാധന ഇവയിലുള്ള ഭക്തിയെ കാണിക്കുന്ന ഭാഷയാണ് എബ്രായ ഭാഷ. രണ്ടാമതായി റോമൻ ഭാഷ. റോമൻ ഭാഷ അഥവാ ലത്തീൻ ഭാഷ, അത് ഭരിക്കുന്നവന്റെ ഭാഷയാണ്. ഗവർണറുടെ ഭാഷ, ഭരിക്കുന്നവന്റെ ഭാഷയാണ് ആ റോമൻ ഭാഷ. അതിൽ നിയമം, അച്ചടക്കം, ശിക്ഷണം ഇവയ്ക്ക് 3 മുൻതൂക്കം കൊടുത്തിരുന്ന ഭാഷയാണ്. അടുത്തതായി ഗ്രീക്ക് ഭാഷ. ആകാരഭംഗി, ചമത്കാരം, ഭാവന, ഇത് 3 തുളുമ്പി നിൽക്കുന്ന ഭാഷയാണ് ഗ്രീക്ക് ഭാഷ. സംസ്കാരം അതീവ ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒരു ഭാഷ. അവിടെ നിന്നാണ് പ്ലേറ്റോ, ഗലീലിയോ, അരിസ്റ്റോട്ടിൽ എന്നീ സംസ്കാര സമ്പന്നരായ ആളുകൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ കർത്താവിനെ ക്രൂശിലേറ്റുമ്പോൾ നമുക്ക് 3 അധർമ്മികളെ അവിടെ കാണാം. 3 ക്രൂശിനെ കാണാം, 3 ആണികളെ കാണാം, 3 മേലെഴുത്തുകളെ കാണാം. കുരിശിന്റെ ചുവട്ടിൽ 3 മറിയകൾ. മഗ്ദലക്കാരത്തി മറിയ, കർത്താവിന്റെ അമ്മയായ മറിയ, യാക്കോബിന്റെയും യോസേയുടെയും അമ്മയായ മറിയ. ഇവർ 3 പേരും കുരിശിന്റെ ചുവട്ടിലുണ്ട്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ
അവൻ ധരിച്ച വേഷം അവർ പങ്കിട്ടെടുക്കുകയാണ്. അത് കീറുകയല്ല, അത് പങ്കിട്ടെടുക്കുകയാണ് ചെയ്തത്. ക്രൂശിലേറ്റപ്പെട്ട കർത്താവിൻ്റെ നിസ്സഹായത നമുക്കൊന്ന് നോക്കാം. മുൾക്കിരീടമണിഞ്ഞ നെറ്റിയിൽ നിന്നും ധാരധാരയായി ഒഴുകുന്ന രക്തം കട്ട പിടിച്ച് മുഖം മുഴുവൻ ഇരിക്കുകയാണ്. ആ കട്ട പിടിച്ച ആ മുഖം ആ കൺപോളകളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. കർത്താവ് ചോദിക്കുക അതൊന്ന് എടുക്കുവാനായിട്ട്, അതൊന്ന് തുടച്ചു നീക്കുവാൻ ആരോരുമില്ല, സ്വന്തക്കാരാരുമില്ല. കർത്താവ് അനേകരെ സുഖപ്പെടുത്തി, അനേകർക്ക് ഭക്ഷണം കൊടുത്തു, അനേകർക്ക് പല ഉപകാരങ്ങൾ ചെയ്തു. ആരുമില്ല കർത്താവിൻ്റെ നിസ്സഹായതയൊന്ന് നോക്കുവാൻ, ആ കണ്ണുകളിലേക്ക് നോക്കുവാൻ, ആ മുഖമൊന്ന് തുടയ്ക്കുവാൻ, ആ രക്തമൊന്ന് തുടച്ചു മാറ്റുവാൻ, കർത്താവിനെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. കർത്താവ് വിലപിക്കുകയാണ്, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടം കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. കർത്താവ് വിലപിക്കുകയാണ്, ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ എന്നെ കൈക്കൊണ്ടില്ല, ഞാൻ അനാഥനായി എൻ്റെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഞാൻ പോവുകയാണ്. എൻ്റെ മുഖത്ത് എൻ്റെ കണ്ണുകളൊന്നും തുറക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. കൺപോളകൾ രക്തം കട്ട പിടിച്ചിരിക്കുകയാണ്. മരണവെപ്രാളത്തിൽ കണ്ണുകൾ ചലിക്കുന്നുണ്ട്. ഏതോ ജീവികൾ ചലിക്കുകയാണെന്ന് വിചാരിച്ച് പക്ഷികളും പ്രാണികളും ആ കൺപോളകളെ, ആ കണ്ണുകളെ കുത്തിപ്പറിക്കുവാനായിട്ട് വരുന്നു. കർത്താവിൻ്റെ അവസ്ഥ. എങ്കിലും പ്രിയമുള്ളവരെ, കർത്താവ് ആരെയും ശപിക്കുന്നില്ല. കർത്താവ് പറയുകയാണ്, ഇവർ എന്തെന്ന് ഇവർ അറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. മനുഷ്യനും മാനുഷികമായ ബലഹീനത, അവർക്കൊന്നും അറിയുവാനുള്ള ശക്തിയില്ല. അവരോട് ക്ഷമിക്കണമേ. എൻ്റെ കൈകൾ കൊണ്ട് മെനഞ്ഞ എൻ്റെ സൃഷ്ടി, എൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മെനഞ്ഞ എൻ്റെ സൃഷ്ടി, അവരെ നശിപ്പിക്കരുതേ, അവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പറയുകയാണ്. ആ കുരിശിന്റെ ചുവട്ടിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ശരീരമാസകലം രക്തം കൊണ്ട് മാംസം ചിതറിക്കിടക്കുന്ന ആ കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ ഒരു സ്ത്രീ ഇരുന്ന് കരയുകയാണ്. തന്റെ 33 വർഷം ആ കുഞ്ഞിനോടൊപ്പം കഷ്ടതയിൽ വളർന്ന് കർത്താവിനെ കയ്യിൽ കിട്ടിയപ്പോൾ അന്ന് മുതൽ പരിഹാസങ്ങളും തുപ്പലുകളും ഏറ്റ വളർത്തി തന്റെ മാറോട് ചേർത്ത തന്റെ അമ്മ ആ കുരിശിന്മേൽ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുകയാണ്. ആ നിലവിളി കർത്താവ് കേട്ടപ്പോൾ കർത്താവ് സഹിക്കുന്ന ഈ വേദനകളൊന്നും കർത്താവിനൊരു പ്രശ്നമില്ല. കർത്താവ് പറയുകയാണ്, അമ്മേ ഇതാ നിന്റെ മകൻ. യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മരണവെപ്രാളത്തിലും കർത്താവ് പറയുകയാണ്, ഇതാ നിന്റെ മകൻ. അമ്മയോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. ആ മകനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മയെ ചേർത്ത് കൊള്ളുക. അമ്മയോട് പറയുകയാണ്, ഇതാ നിന്റെ മകൻ. അങ്ങനെ അവർ ഒരു ഭവനത്തിൽ ജീവിക്കുകയും അവർ പിന്നീട് അമ്മയും മകനെയും പോലെ ജീവിക്കുവാൻ അവസരമാവുകയും ചെയ്തു. പ്രിയ ദൈവജനമേ, നാം എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഈ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നുണ്ടല്ലോ. നാം നമ്മളെ തന്നെ ഒന്ന് പുതുക്കി ഈ 40 ദിവസത്തെ നോമ്പെല്ലാം നമ്മൾ അനുഷ്ഠിച്ചു. നമ്മളുടെ ഒരു രൂപാന്തരം, ഒരു അനുതാപം, നമ്മളുടെ രൂപത്തിന് ഒരു അന്തരം ഉണ്ടാകുവാൻ, നമ്മൾക്കൊരു അനുതാപം ഉണ്ടാകുവാൻ. അനുതാപം എന്ന് പറഞ്ഞാൽ താപത്തിൽ നിന്നുളവാകുന്നതാണ് അനുതാപം. ഒരു കലത്തിൽ ചോറിട്ടിട്ട് അരിയിട്ടിട്ട് അതിൻ്റെ മുമ്പിൽ തീയിടിച്ചത് തിളച്ച് വെന്ത് അത് നമ്മൾക്ക് ഭക്ഷിക്കാവുന്ന ആഹാരമായി തീരുന്നത് പോലെ, അത് ദൈവത്തിന് നിവർത്തിക്കുവാനുള്ള നിവേദ്യമായി തീരുന്നത് പോലെ നമ്മൾ രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ നമ്മളുടെ അനുതാപത്തിന്റെ അർത്ഥം എന്താണ്? ഇതുപോലൊരു രൂപാന്തരം നാം ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന
ഒരു കാര്യമായി തീരുമാൻ ഈ നോമ്പും ഈ പ്രാർത്ഥനയും ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ എല്ലാ ശുശ്രൂഷകളും നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇതിനായി എനിക്ക് അവസരം തന്ന ബഹുമാനപ്പെട്ട ട്രസ്റ്റിയോടും വന്യ വൈദിക ശ്രേഷ്ഠരോടും എന്നെ കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടും ഒരു വാക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.